വാരണാസിയിലെ ജ്ഞാൻവാപി തർക്ക മന്ദിരം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ മുസ്ലിങ്ങൾ തയ്യാറാവണമെന്ന് പുരാവസ്തു ഗവേഷണ വകുപ്പ് റീജിയണൽ ഡയറക്ടർ കെ മുഹമ്മദ്. രാമജന്മഭൂമിക്ക് സമാനമാണ് ഹിന്ദുക്കൾക്ക് കാശിയും മധുരയുമെന്നും കെ മുഹമ്മദ് പ്രതികരിച്ചു. ജ്ഞാൻവാപി കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കെ മുഹമ്മദിന്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, വാരണാസിയിലെ ജ്ഞാൻവാപി തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട് പുരാവസ്തു ഗവേഷകനായ കെ മുഹമ്മദ് പറയുന്നത് അത് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ വിട്ടു നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ആരാധനാലയമാണ് ഹിന്ദുക്കൾക്ക് എന്നാണ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നത്? രോഹിണി, മുൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മേധാവിയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രശസ്തനായ പുരാവസ്തു ഗവേഷകനുമാണ് കെ മുഹമ്മദ്. മലയാളി കൂടിയാണ്, കോഴിക്കോട് സ്വദേശി കൂടിയാണ് കെ മുഹമ്മദ്. ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുരാവസ്തു ഗവേഷണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഇന്ന് ഭവ്യമായ രാമക്ഷേത്രം പണിയുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്നുകൂടി ഓർക്കണം. ഇത് അദ്ദേഹം ആദ്യമായല്ല ഈ ഒരു പ്രസ്താവന നടത്തുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. കാശിയും മധുരയും മക്കയും മദീനയും പോലെ ഹിന്ദുക്കൾക്ക് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും എത്ര പ്രധാനപ്പെട്ടതാണോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കാശിയും മധുരയും. അത് അവർക്ക് വിട്ടു നൽകി ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ മുസ്ലിം സമൂഹം തയ്യാറാകണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാമജന്മഭൂമിയും കാശിയും മധുരയും അത് മൂന്നും ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ രാമജന്മഭൂമി പ്രക്ഷോഭം നടക്കുമ്പോഴും ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾക്കൊപ്പം വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങളാണ് ഈ കാശിയും മധുരയും വീണ്ടെടുക്കും എന്നുള്ളത്. സ്വാഭാവികമായും അതുകൂടി വിട്ടു നൽകി ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ രാമജന്മഭൂമി പ്രശ്നം ഇത്രയും വഷളാക്കിയതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് എന്നുള്ളതാണ്. അവർ ഒരു ഘട്ടത്തിൽ പോലും ഈ രാമജന്മഭൂമി സൈറ്റ് വിസിറ്റ് ചെയ്യുകയോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പര്യവേഷണം നടത്തുകയോ ചെയ്തിരുന്നവരല്ല. അവരാണ് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പ്രശ്നം വഷളാക്കിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതിനാൽ രമ്യമായി പരിഹരിക്കേണ്ട പ്രശ്നം പരിഹരിച്ച ശേഷം ഹിന്ദുക്കൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആവശ്യം ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. മുൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മേധാവിയുടെ പ്രതികരണം കൂടി വരുന്നത്. അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് കാത്തിരുന്ന് കാണാം.